ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിത്യ വ്യക്തമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് വീണ അവിടേക്ക് വരുന്നത്. എന്താ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാത്തത്? ഏറ്റവും പ്രിയപ്പെട്ട അമ്മ പറഞ്ഞു തന്നതല്ലേ, എന്നിട്ട് എന്ത് പറ്റി എന്ന് വീണ ചോദിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് നിത്യ. ഹരിയുമായിട്ടുള്ള വിവാഹം രജിസ്റ്റർ ചെയ്യാൻ രജിസ്റ്റർ ഓഫീസിലേക്ക് പോയപ്പോൾ നിനക്ക് അറിയില്ലായിരുന്നോ ജീവനുമായിട്ടുള്ള ബന്ധം നീ വേർപെടുത്തിയിട്ടില്ല എന്ന്? എന്താണ് നിന്റെ ഉദ്ദേശം? രണ്ടുപേരെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനാണോ? ഇരിക്കട്ടെ. ദേഷ്യത്തോടെയും ഒരു വിഷമത്തോടെയും ഒക്കെ വീണയൊന്ന് നോക്കുകയാണ് നിത്യ. ആ സമയത്ത് ഹരി അവിടേക്ക് വരുന്നുണ്ട്. ഹരി ഇവരുടെ സംസാരം കേൾക്കുന്നു. വീണ വീണ്ടും നിത്യയോട് പറയുന്നുണ്ട്, വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ. നീ മിടുക്കിയ നിഷ്കളങ്കതയും കരച്ചിലും കാണിച്ച് ഒരേ സമയം രണ്ട് പുരുഷന്മാര്. സത്യത്തിൽ നിന്നെ വിളിക്കേണ്ട വാക്ക് നിഷ്കളങ്ക എന്നല്ല, അതിന് മലയാളത്തിൽ പറയുന്ന വാക്ക് അത്രയും. വീണ പറയുമ്പോൾ വീണേ എന്നൊരു വിളി ഹരി ദേഷ്യത്തോടെ ഉറക്കെ വിളിച്ചു. നീ പോയേ, ഇനി മേലിൽ ഇത്തരം ഭാഷകളുമായിട്ട് നിത്യയുടെ അരികിലേക്ക് വന്നു പോവരുത് എന്ന് ഹരി പറയുമ്പോൾ വീണ പറയുന്നുണ്ട്, വന്നാൽ എന്താ? ഞാൻ പറഞ്ഞത് കാര്യമല്ലേ? ഇവളെ പോലെ നാണവും മാനവും കെട്ട ഒരുത്തിയെ. വീണ്ടും ദേഷ്യത്തോടെ ഹരി പറയുന്നുണ്ട് വീണയോട്, നിർത്തടി. നാണവും മാനവും എന്ന വാക്ക് നീയാണോ ഉപയോഗിക്കുന്നത്? നിനക്ക് എന്താടി അതിനുള്ള യോഗ്യത? നിന്നെ പോലെ അഴിഞ്ഞാടി നടന്നവൾ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരു കുഞ്ഞിനെയും പ്രസവിച്ചിട്ടിട്ട് അതിന്റെ അച്ഛൻ ആരാണെന്ന് വ്യക്തമായി ചൂണ്ടിക്കാണിക്കാൻ അറിയാത്ത ഒരു പെണ്ണ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ അത്? എന്നിട്ട് ഇറങ്ങിയിരിക്കുന്നു. നിത്യയുടെ അന്തസ് നീ വിലയിരുത്തണ്ട. അത് മനസ്സിലാക്കാൻ നിനക്ക് 100 ജന്മം ഇരിക്കേണ്ടി വരും. മനുഷ്യത്വം എന്നൊരു സാധനം ഉള്ളിൽ ഇരിക്കുന്നോണ്ടാ ഇപ്പോഴും ഈ ഒരു പാവം ഇങ്ങനെ നിൽക്കുന്നത്. ഇനി അതിനെ ദ്രോഹിച്ചാൽ എന്റെ മറുപടി ഇങ്ങനെ ആയിരിക്കില്ല. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതെ ഇറങ്ങി പോടി എന്ന് ഹരി പറയുന്നുണ്ട്. ദേഷ്യത്തോടെ വീണ നിത്യ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു. വീണ പോയതിനു ശേഷം ഹരി നിത്യയോട് ഒരു സോറി പറയുന്നുണ്ട്. വീണ പറഞ്ഞോട്ടെ, എന്നെക്കുറിച്ച് അങ്ങനെയുള്ളൊരു തോന്നല് തെറ്റൊന്നുമല്ല. ഞാനിപ്പോൾ നടുക്കടലിലാണ് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് നിത്യ പറയുന്നു. എങ്ങോട്ട് തുടയണമെന്ന് എനിക്ക് അറിയില്ല. മുങ്ങിച്ചാവാനുള്ള ഭാഗ്യം ദൈവം തരുന്നതുമില്ല. ഒന്നും എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല ഹരി. ഇതിനു മുന്നേ എന്നെ സമാധാനിപ്പിച്ച വാക്കുകളോ വരികളോ എനിക്ക് സ്വന്തമായി എത്തുന്നില്ല. ഞാൻ തീർന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് നിത്യ. അമ്മ വീണ്ടും നമ്മുടെ കല്യാണം രജിസ്റ്റർ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ഇത് ഹരി കൂടി അറിഞ്ഞിട്ടാണോ? താൻ അങ്ങനെയാണോ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്? ഞാൻ അങ്ങനെയല്ല കരുതിയിരിക്കുന്നത്. എന്റെ ഉള്ളിൽ എന്താണുള്ളത് എന്ന് തനിക്ക് അറിയാവുന്നതല്ലേ. നിത്യയുടെ ജീവിതമാണ്. തനിക്ക് സ്വയം ഒരു തീരുമാനമെടുക്കാം. അതിൽ എന്തായാലും ഞാൻ കൂടെ കാണും. കുടുംബക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇടപെടാൻ വന്ന ഒരു വഴിപോക്കൻ വേലിക്ക് പുറത്താണ് എന്നൊക്കെ ഹരി പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട്. ഹരി പറയുന്നതിൽ ഹരിയുടെ സങ്കടം മുഴുവനുമുണ്ട്. എന്നോട് തോന്നുന്ന വെറുപ്പുണ്ട്. കാലം എന്നെ ഹരിയുടെയും ജീവന്റെയും ഇടയിൽ നിർത്തിയിരിക്കുകയാണ്. അത് എന്റെ ഗതികേടാണ്. എനിക്കിതിൽ കൂടുതൽ വിശദീകരിച്ച് പറയാൻ കഴിയില്ല. എന്നോട് പൊറുക്കാൻ കഴിയുമെങ്കിൽ പൊറുക്കെന്നൊക്കെ കരഞ്ഞുകൊണ്ട് നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു, ഞാൻ സുജാത ആന്റിയോട് സംസാരിക്കാം. എനിക്ക് താൻ വേദനിക്കാതിരുന്നാ മതി. താനിങ്ങനെ കരയുന്നത് കാണുമ്പോൾ ഉള്ളിൽ എന്തോ ഒരു വെപ്രാളം. ഇത്രയും പറഞ്ഞ് സങ്കടത്തോടെ ഹരി അവിടെ നിന്ന് പോകുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിത്യ. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു ഭാവം. പൊട്ടിക്കരയുകയാണ് നിത്യ. എന്നാൽ സുജാത ഉറച്ച ഒരു തീരുമാനത്തിൽ തന്നെയാണ്. സുജാതയുടെ അരികിൽ ജീവൻ നിൽക്കുന്നുണ്ട്. ജീവൻ പറയുന്നു, അമ്മ ഒരുപാട് ബുദ്ധിമുട്ടി എന്നെ തോൽപ്പിച്ചതല്ലേ? ഒരുപാട് സന്തോഷമുള്ള ദിവസമല്ലേ? മധുരം കഴിക്കാമേ എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് നേരെ ഇങ്ങനെ ജീവൻ ലഡു നീട്ടുന്നുണ്ട്. എന്നാൽ സുജാത തട്ടിയെറിയുകയാണ് ചെയ്യുന്നത്. വീണ്ടും ജീവൻ എടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇത്ര മിടുക്കുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. എന്തൊരു ഭംഗിയായിരുന്നു. കൃത്യമായിട്ട് എല്ലാവരെയും വിളിച്ചുകൂട്ടി ജീവനെ ഇല്ലാണ്ടാക്കി. മിടുക്ക് തന്നെ. പക്ഷെ ഇടയ്ക്കിങ്ങ് പാളിപ്പോയല്ലോ അമ്മേ. ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ ഒപ്പിട്ടിട്ടും പ്രിയപ്പെട്ട മരുമകൾ എന്തേ ഒപ്പിട്ടില്ല? അവൾക്കറിയാം ജീവനെ പിരിഞ്ഞ് ഒരിക്കലും പോകാൻ കഴിയില്ല എന്ന്. ഈ സമയത്താണ് ഹരി അവിടേക്ക് വരുന്നത്. വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ജീവൻ വീണ്ടും പറയുന്നു, അപ്പൊ പിന്നെ യഥാർത്ഥ സന്തോഷം ആർക്കാ? എനിക്ക്. ആഹ്ലാദിക്കാനുള്ള സന്തോഷം ആർക്കാ? എനിക്ക്. ഞാനല്ലേ അമ്മ ആഘോഷിക്കേണ്ടത്? യെസ്, ആഘോഷിക്കണം. അങ്ങനെ സുജാതയുടെ കൈ പിടിച്ച് വട്ടം കറക്കുകയാണ് ജീവൻ വളരെ സന്തോഷത്തോടെ. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ഹരി അവിടേക്ക് വന്നത്. ഹരി ഇത് കാണുന്നു, പക്ഷേ ഹരി അവർ കാണുന്നില്ല. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ പണ്ട് വല്ലാത്ത സന്തോഷം മനസ്സിലേക്ക് വരുമ്പോൾ? പണ്ട് വീട്ടിൽ വരുമ്പോഴും സ്കൂൾ വിട്ട് വരുമ്പോഴും ഇങ്ങനെയാണ് നൃത്തം ചെയ്യുന്നത്. ഹരി അവർ കാണാതെ മറഞ്ഞു നിൽക്കുന്നുണ്ട്. ദേഷ്യത്തോടെ സുജാത പോകാൻ തുടങ്ങുമ്പോൾ അമ്മയെന്ന് ജീവൻ വിളിക്കുന്നുണ്ട്. അമ്മ എത്ര മതിൽ കെട്ടിയാലും നിത്യയെ എന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എനിക്കറിയാം. കൊണ്ടുവന്നിട്ട് എന്തിനാ? അവളെ കൊണ്ട് ജീവിക്കാനല്ല, അവള് ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ കൊടുക്കാൻ. അവള് ചെയ്ത തെറ്റ് എന്താണെന്ന് ഞാൻ പണ്ടേ പ്രഖ്യാപിച്ചതല്ലേ? അതിനുള്ള ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും. മരണം. ഇത് ഹരി ഒരു ഞെട്ടലോടെയാണ് കേൾക്കുന്നത്. അത് ഞാൻ കൊടുത്തിരിക്കുമെന്നും ജീവൻ പറയുന്നു. സുജാതയെ പിടിച്ച് സോഫയിലേക്ക് തള്ളിയിട്ടിട്ട് ജീവൻ പറയുന്നു, ആ നിമിഷം വരെ ജീവൻ നിഷ്കളങ്കനായിരിക്കും. കണ്ട ഒരു തെറ്റും ചെയ്യാത്ത പച്ച പാവം. പക്ഷെ അവളുടെ ജീവൻ എടുക്കുന്നതിന് മുമ്പ് അത് എവിടെ വെച്ചായാലും അവിടെ ഞാൻ അമ്മയും വിളിക്കും. കാരണം അവൾ വെറുതെ അങ്ങ് ചത്താ പോരാ.
അമ്മ കാണുകെ പിടഞ്ഞ് പിടഞ്ഞ് തീരണം, എന്നാലേ എനിക്ക് സമാധാനം കിട്ടും. അതിനിടയ്ക്ക് ഇടങ്കോലിടാൻ വന്നാൽ അമ്മയ്ക്ക് നഷ്ടപ്പെടുന്നത് മരുമകളെ മാത്രം ആവില്ല, വേറെ പലരും കാണും, മനസ്സിലായോ? ഇത്രയും പറഞ്ഞ് ജീവൻ പോകുന്നു. സുജാത എല്ലാം ഉള്ളിൽ ഒതുക്കിയിരിക്കുകയാണ്. ജീവൻ ഇപ്പോൾ മുറിയിലേക്ക് വന്നു. എന്നിട്ട് ഷെൽഫിൽ നിന്നും നിത്യയുടെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിലേക്ക് ഇങ്ങനെ നോക്കി ഇരിക്കുന്നു. വളരെ ദേഷ്യത്തോടെയാണ് നോക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒരു കത്തിയും എടുക്കുന്നുണ്ട്. ദേഷ്യത്തോടെ കത്തി കൊണ്ട് ആ ചിത്രത്തിലേക്ക് കുത്താൻ തുടങ്ങുന്നു. എന്നാൽ ആ കൈ തടയുകയാണ് ഹരി. എന്നാലും ജീവൻ കുത്താൻ ശ്രമിക്കുന്നുണ്ട്. ജീവനെ ഒരൊറ്റ തട്ടി മാറ്റലാണ് ചെയ്യുന്നത് ഹരി. എന്നിട്ട് ഹരി ആ വാതിലടച്ചു. ജീവൻ ബെഡിൽ കിടക്കുന്നു. നീ നല്ലവനാകാൻ ശ്രമിച്ചു എന്ന് കുറച്ചെങ്കിലും വിശ്വസിച്ച ഒരാളാണ് ഞാൻ. നിത്യയെ നീ സ്നേഹിക്കുന്നതായി അഭിനയിക്കുന്നത് അവളെ കൊല്ലാനാണെങ്കിൽ അതിനെ ഞാൻ അനുവദിക്കില്ല. നിത്യയുടെ ദേഹത്ത് തൊടാൻ. ഒടുവിൽ നീയും ആ സത്യം തിരിച്ചറിഞ്ഞു അറിയും. കാരണം നീ കാമുകനല്ലേ, എൻ്റെ ഭാര്യയുടെ കാമുകൻ. നീ അവളെ എന്നിൽ നിന്നും എങ്ങനെ രക്ഷിക്കാനടാ? അല്ലെങ്കിൽ തന്നെ നിനക്കെന്താ ഇതിലേക്ക് കാര്യം? അവൾ എൻ്റെ ഭാര്യയാണ്, ഞാൻ താലി കെട്ടിയ പെണ്ണ് എന്നെ ഹരിയുടെ ഷർട്ടിനെ പിടിച്ച് പറയുകയാണ് ജീവൻ. അവളെ ഞാൻ ജീവിപ്പിക്കും, ചിലപ്പോൾ കൊല്ലും. അത് ചോദിക്കാൻ നീ വളർന്നിട്ടില്ലടാ. ഇപ്പോൾ ഈ നിമിഷം അവളെ കൂത്തി മലർത്തുന്നത് നിനക്ക് കാണണോ എന്ന് ചോദിക്കുമ്പോൾ ഡാ എന്ന് പറഞ്ഞ് ഹരി ജീവനെ ഒരൊറ്റ ചവിട്ട്. എന്നിട്ട് കഴുത്ത് പിടിച്ചിങ്ങനെ തിരിക്കുന്നുണ്ട്. പക്ഷേ ആ കൈ പിടിച്ചു മാറ്റിയിട്ട് ജീവനും ഹരിയെ തല്ലുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അടി. ഈ സമയത്താണ് ശരവണൻ അവിടേക്ക് വരുന്നത്. ശരവണൻ വാതിലിങ്ങനെ തട്ടുന്നുണ്ട്. ജീവൻ സാർ എന്നാച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ച് ജോലിയും വന്നു. അവിടെ രണ്ടുപേര് ബഹളം അടി ഉണ്ടാക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ. ഹരിയും ജീവനും വലിയ അടിയാണ്. സുജാതയും അവിടേക്ക് വന്നു. എല്ലാവരും കതകിന് തട്ടുന്നുണ്ട്. അവിടേക്ക് നിത്യയും അമ്മാവനും എത്തി. എല്ലാവരും കതകിന് തട്ടുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊങ്ങിക്ക് പിടിച്ചു നിൽക്കുന്നു. പെട്ടെന്ന് ജീവൻ അവിടെ ആ ഭിത്തിയിൽ തല കൊണ്ട് മുട്ടിക്കുകയാണ്. തലയിൽ കൂടി നെറ്റിയിൽ കൂടി ബ്ലഡ് വരുന്നുണ്ട്. എന്നിട്ട് ജീവൻ വല്ലാണ്ട് ചിരിക്കുന്നു. ജീവൻ ഒട്ടും വയ്യാത്തതുപോലെ വന്ന് കതക് തുറക്കുന്നുണ്ട്. ഇപ്പൊ വീഴും എന്ന പോലെയാണ് നടന്നു വരുന്നത്. എന്നിട്ട് വല്ലാണ്ടങ്ങ് അഭിനയിക്കുന്നുണ്ട്. എന്താ പറ്റിയത് എന്ന് നിത്യ ചോദിക്കുന്നു. എൻ്റെ പൊന്നു നിത്യ, എനിക്ക് അറിയില്ല. ഹരി മുറിയിലേക്ക് കയറി വന്നു, എന്നെ തല്ലി ചതയ്ക്കുകയായിരുന്നു. ഹരിയും ഇപ്പോൾ ഇറങ്ങി വരുന്നുണ്ട് പിറകെ. എന്തിനാ ഹരി സാറേ എന്നോട് ഇങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട്. ഹരി, ജീവൻ ഈ പറയുന്നത് സത്യമാണോ? എന്താ നീ ചെയ്തത് എന്ന് അമ്മാവനും ചോദിക്കുന്നു. എനിക്കറിയാം നിത്യ, ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാത്തതിന്റെ ദേഷ്യം എന്നോട് തീർത്തതാണ്. അമ്മ ആ പേപ്പർ നീട്ടിയപ്പോൾ ഞാൻ ഒപ്പിട്ട് തന്നില്ലേ? എന്നിട്ട് എന്തിനാണോ എന്നെ തല്ലി ചതിച്ചത് എന്ന് ജീവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ് എല്ലാവരും. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.